നമസ്കാരം. ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ, കൺസൾട്ടൻറ്റ് ENT ഹെഡ് ആൻഡ് നെക്ക് സർജൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോക്ലിയർ ഇംപ്ലാന്റേഷൻ. എന്താണ് കോക്ലിയർ ഇംപ്ലാന്റ്? എന്താണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി? ഒരുപക്ഷെ നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ടാകും ഇതിനെക്കുറിച്ച്. എന്നാലും പലർക്കും ഈ സർജറിയെക്കുറിച്ച് ഒത്തിരിയധികം സംശയങ്ങളുണ്ട്. കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് വെച്ചാൽ ഒരു സർജിക്കൽ ഡിവൈസാണ്. അതായത് ഈ ഡിവൈസ് അല്ലെങ്കിൽ ഈ ഇംപ്ലാന്റിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇത് ഏത് തരത്തിലുള്ള കേൾവി കുറവിനാണ് നമ്മൾ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി അഡ്വൈസ് ചെയ്യുന്നത്? ജന്മന ഉള്ള കേൾവി കുറവ്, അതായത് കൺജനൈറ്റൽ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്. സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് വെച്ചാൽ കോക്ലിയ, അതായത് ഉൾച്ചെവി, അതിനകത്ത് വരുന്ന ഡാമേജ്, അതിനകത്ത് ഹെയർ സെൽ ഡാമേജ് കൊണ്ട് ജന്മന ഉണ്ടാകാവുന്ന കേൾവി കുറവ്. അത് സിവിയർ അല്ലെങ്കിൽ പ്രൊഫൗണ്ട് കാറ്റഗറി പെടുന്ന ഹിയറിംഗ് ലോസ് ആണെങ്കിൽ ഒരുപക്ഷെ ഹിയറിംഗ് എയ്ഡ്സിന് ആ തരത്തിലുള്ള അല്ലെങ്കിൽ അത്രയും അധികമുള്ള കേൾവി കുറവിന് ഹിയറിംഗ് എയ്ഡ്സ് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പം ഹിയറിംഗ് എയ്ഡ്സ് കൊണ്ട് ബെനിഫിറ്റ് ഇല്ലാത്ത പേഷ്യൻസിനാണ് നമ്മൾ ഈ സർജറി അഡ്വൈസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും നേരത്തെ ആയിട്ട് 1 വയസ്സുള്ള കുട്ടികളിൽ വരെ നമ്മൾ ഈ ഇംപ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ആദ്യ മാസങ്ങളിൽ തന്നെ, അതായത് 1-ാം മാസത്തിലോ അല്ലെങ്കിൽ 3-ാം മാസത്തിനകം നമ്മൾ ഈ ഒരു ഡയഗ്നോസിസിൽ എത്തിപ്പെടുകയും കുട്ടി യൂഷ്വലി 1 വയസ്സാകുമ്പോഴത്തേനും നമ്മൾ ഈ സർജറി ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് വളരെ നേരത്തെ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഏർലി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കുട്ടികളിൽ ഇംപ്ലാന്റ് ചെയ്യുകയും ആ കുട്ടികൾക്ക് ഒരുപക്ഷെ നോർമലായിട്ടുള്ളൊരു ജീവിതത്തിലോട്ട് നീങ്ങാൻ പറ്റുകയും ചെയ്യും. അതായത് അവരുടെ ലാംഗ്വേജ് നോർമലായിട്ടുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്യുകയും ഒരുപക്ഷെ സാധാരണ കുട്ടികളെപ്പോലെ തന്നെ ഇവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പം ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഹിയറിംഗ് ലോസ്, അതായത് കേൾവി കുറവ് വളരെ നേരത്തെ കണ്ടുപിടിക്കുകയും ഈ പറഞ്ഞ പോലെ ഹിയറിംഗ് എയ്ഡ്സ് ഉപയോഗിച്ച് അതുകൊണ്ട് ബെനിഫിറ്റ് ഇല്ലെന്ന് കാണുന്ന കുട്ടികളിലുമാണ് നമ്മൾ ഈ സർജറി അഡ്വൈസ് ചെയ്യാറുള്ളത്. പിന്നുള്ളൊരു സംശയം, ഇത് കുട്ടികൾക്ക് മാത്രമാണോ? അല്ല. ഇപ്പോൾ ഒരുപക്ഷെ നോർമൽ രീതിയിൽ കേൾവിയുള്ളൊരു വ്യക്തി എന്തെങ്കിലും കാരണത്താൽ, അതായത് ഒരു ആക്സിഡൻറ്റിന് ശേഷമാകാം, അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ എന്തെങ്കിലും വന്നിട്ട് അതിന് ശേഷം കേൾവി കുറയും. അങ്ങനെ ഈ സെയിം, അതായത് സിവിയർ ടു പ്രൊഫൗണ്ട് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉള്ള വ്യക്തികൾക്ക് ഹിയറിംഗ് എയ്ഡ് കൊണ്ട് ബെനിഫിറ്റ് കാണുന്നില്ലെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഹിയറിംഗ് എയ്ഡിന് പകരം നമുക്ക് ഈ കോക്ലിയർ ഇംപ്ലാന്റ്സ് അല്ലെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റേഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഏജ് ലിമിറ്റേഷൻ ഉണ്ടോ? നമ്മൾ ഏജ് റിലേറ്റഡ് ഹിയറിംഗ് ലോസ് അല്ലെങ്കിൽ പ്രായത്തിൻ്റേതായിട്ടുള്ള കേൾവി കുറവ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമുക്ക് പ്രായം ചെല്ലുന്തോറും കാഴ്ച കുറയാം, കേൾവി കുറയാം. അതിനെ പ്രെസ്ബൈക്യൂസിസ് എന്ന് പറയും. അപ്പോൾ ഈ പ്രെസ്ബൈക്യൂസിസ് ഇൻവേരിയബിളി നമുക്കെല്ലാം ഒരു ഏജിന് ശേഷം, 55-60 വയസ്സിന് ശേഷം ഈ ഹിയറിംഗ് ലോസ് നമുക്കെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതിൽ ചില പേഷ്യൻസിന് ഈ പറഞ്ഞ പോലെ സിവിയർ അല്ലെങ്കിൽ പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ഉണ്ടാവും. ഈ പേഷ്യൻസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരുപക്ഷെ സൗണ്ട് കേൾക്കാം, പക്ഷേ അതെന്താണെന്നുള്ളത് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഹിയറിംഗ് എയ്ഡ്സ് വെച്ച് കൊടുത്താലും ഈ പേഷ്യൻസ് പറയും അവർ സൗണ്ട് കേൾക്കുന്നുണ്ട്, ആൾക്കാർ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് ക്ലാരിറ്റി വരുന്നില്ല അതെന്താണ് അവർ സംസാരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഹിയറിംഗ് എയ്ഡ്സിന് ഒരിക്കലും ഈ സിവിയർ അല്ലെങ്കിൽ പ്രൊഫൗണ്ട് കാറ്റഗറിയുള്ള ഹിയറിംഗ് ലോസ് ഉള്ള പേഷ്യൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ്, അപ്പോൾ എൽഡർലി പേഷ്യൻസ്, ഇപ്പോൾ അതിനും ഈ പറഞ്ഞ പോലെ ഏജ് ക്രൈറ്റീരിയ ഇല്ല. നമുക്ക് 70-ഓ 80-ഓ അതിമേലുള്ള ഏജുള്ള പേഷ്യൻസിനും നമുക്ക് ഈ ഇംപ്ലാന്റ്സ്, കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. Future is Hospital. Health is happiness.